ഈ നായക നടന്റെ പീക്ക് ടൈമിൽ ഇറങ്ങിയ ഒരു നല്ല സിനിമയായതുകൊണ്ട് തന്നെ ഈ പടത്തെപ്പറ്റി ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പടത്തെപ്പറ്റി ചുമ്മാ റാൻഡംലി പൊക്കിയടിക്കുന്നതിന് പകരം എങ്ങനെയൊക്കെയാണ് ഈ ഒരു സിനിമ തമിഴിലെ കഴിഞ്ഞ ഒരു 25 വർഷങ്ങൾക്കിടയിൽ ഇറങ്ങിയതിൽ ഏറ്റവും മികച്ചൊരു കമേഴ്സ്യൽ സിനിമയായി മാറിയതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് തീർച്ചയായും മികച്ച പാട്ടുകളോടുകൂടി വന്നൊരു സിനിമയായിരുന്നു ഇത്. രണ്ടാമത്തേത് ഇതിലെ സ്റ്റണ്ട് സീക്വൻസുകൾ നോക്കുകയാണെങ്കിൽ പൊതുവിൽ അക്കാലത്ത് തമിഴ് സിനിമകളിൽ സ്ഥിരം കണ്ടുവന്നിരുന്ന ഇടിച്ച് പറപ്പിക്കുന്ന തരം സ്റ്റണ്ടുകളായിരുന്നില്ല ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. അടുത്തത് വില്ലന്റെ സംഘം. ഒരു സുമോ കാറിൽ വെള്ളയും ഇട്ട് ഒരു വടിവാളും പിടിച്ചു വരുന്ന അക്കാലത്തെ ഒരു സ്ഥിരം തമിഴ് സിനിമ പാറ്റേണിൽ വരുന്ന വില്ലന്റെ സംഘമായിരുന്നില്ല ഈ സിനിമയിലേത്. ഇനി അവസാനത്തേത് തീർച്ചയായും ഈ സിനിമയുടെ ഏറ്റവും യുണീക്ക് എലമെന്റ് ഇതിലെ വില്ലൻ തന്നെ. പുള്ളിയുടെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക്, പെരുമാറ്റം, സംസാരം, അങ്ങനെയെല്ലാം ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ക്ലൈമാക്സും ആ ഫോറിൻ ലൊക്കേഷൻസിലെ സംഭവങ്ങളും ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടവ തന്നെയാണ്. സോ ഇതൊക്കെ കൊണ്ടാണ് ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആദ്യമായി ഈ സിനിമ കണ്ടപ്പോൾ ചേട്ടാ ഇത് കൊള്ളാലോ, ഇങ്ങനൊരു തമിഴ് സിനിമ ഞാൻ മുൻപ് കണ്ടിട്ടില്ലല്ലോ, ഇത് ആകെ മൊത്തത്തിൽ റിഫ്രഷിംഗ് ആണല്ലോ എന്നൊരു ഫീൽ എനിക്ക് വന്നത്.